എൻ്റെ മുമ്പിൽ ഒരു കേസിനകത്ത് ഒരു വന്നേക്കുന്ന ഒരു സംഭവത്തിൽ ഒരുത്തനൊരു 10 കിലോ പഞ്ചസാര വാങ്ങിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 4-5 ലിറ്റർ പാം ഓയിലും. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു പെണ്ണിനെ വശീകരിച്ച് സ്നേഹിച്ച് കൊണ്ടുപോയിട്ട് അതിനെ കൊലപ്പെടുത്തി അതിൻ്റെ മുകളിൽ പഞ്ചസാരയും ഇട്ട് ഈ പാം ഓയിൽ ഒഴിച്ച് കത്തിച്ചു. ഉരുവിപ്പോയി കേട്ടോ, ഒന്ന് കിട്ടി. അതൊരു നാടൻ ഇടപാടായി. എനിക്ക് ബാക്കി അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെ സംഭവിച്ചതുകൊണ്ട് അതിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പ്രതി. അതിന് ഞാൻ ജാമ്യം കൊടുക്കാതെ ഇട്ടു. പിന്നെ കേസ് എന്തായെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇത് കൊണ്ടിട്ടത് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി കൊന്ന് അതിനെ ഒരു സെപ്റ്റിക് ടാങ്കിൽ ഇട്ടു എന്നാണ് പറയപ്പെടുന്നത്. സെപ്റ്റിക് ടാങ്കിൽ ഇട്ടപ്പോൾ ആ വീട് അതിനുശേഷം ഈ ഭർത്താവ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പുതുക്കി പണിതിട്ടുണ്ട്. പുതുക്കി പണിതെങ്കിൽ ഈ സെപ്റ്റിക് ടാങ്ക് മാറ്റിയില്ല. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. കാരണം ഈ സെപ്റ്റിക് ടാങ്കിൽ ഇത് നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത്. സെപ്റ്റിക് ടാങ്ക് ഇളക്കി പരിശോധിച്ചു. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇതെല്ലാം വാരിയെടുക്കുന്ന നമ്മൾ കണ്ടു. വലിയ കഷ്ടമാണ് ആ ജോലി ചെയ്യുന്നത്. അയാളുടെ ആ കമ്മിറ്റ്മെൻറ്റ് അതിനകത്തുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അയാൾ പറയുന്നത്, അയാളുടെ പരിചയത്തിൽ നിന്ന് അയാൾ പറയുന്നത് ഇതിനകത്ത് എന്തോ വലിയ കെമിക്കൽ ഒഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വളരെ സാധാരണഗതിയിൽ ഈ കക്കൂസ് വൃത്തിയാക്കാനോ അതിൻ്റെ കുഴി വൃത്തിയാക്കാനോ ഒക്കെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വരുന്നവർ എന്തോ ഒരു ലിക്വിഡ് അതിനകത്ത് ഒഴിക്കും. കാരണം എന്നിട്ട് ഇതൊരു കറുത്ത ദ്രാവകമായിട്ട് അങ്ങ് മാറും. എന്നിട്ട് അത് കോരി അത് അടിച്ച് കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് സാധാരണ ചേർക്കുന്നതിൻ്റെയൊക്കെ വളരെ വലിയ അതിശക്തിയുള്ള പാറ വരെ പൊടിഞ്ഞു പോകാൻ പറ്റുന്ന എന്തോ ആ കെമിക്കൽ അതിനകത്ത് ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ അത് നമുക്കറിയില്ല എന്താണ്. അപ്പോൾ അതിൽ നിന്ന് കുറേ നോക്കുമ്പോൾ കുറച്ച് തലമുടി, സ്ത്രീയുടെ തലമുടി ആയിട്ട് കുറേ കിട്ടി. പിന്നെ ഒരു ഏതാണ്ട് ഈ അണ്ടർ ഗാർമെൻറ്റിൻ്റെ എന്തോ പാൻറ്റീസിൻ്റെയോ സംതിങ് അതിൻ്റെ ഒരു എലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു ലോക്കറ്റ്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ആരുടെ ആണെന്ന് ഇനി ഐഡൻറ്റിഫൈ ചെയ്ത് വേണം. ഇനി മോണിൻ്റെ രൂപത്തിലുള്ള കാര്യങ്ങൾ കിട്ടിയെന്ന് അയാൾ പറയുന്നു. പക്ഷേ അത് പൊടിഞ്ഞു പോവുക എന്നാണ് അയാൾ പറയുന്നത് എടുക്കുമ്പോൾ തന്നെ. കാരണം ആ രീതിയിൽ ഇത്രയും വർഷമായില്ലേ, അത് സംഭവിക്കാം. ആദ്യമായിട്ട് ഇത് വേണ്ടതെന്ന് പറഞ്ഞാൽ കോർപ്പസ് ഡെലിക്റ്റി, അതായത് ഈ ശവശരീരം, മൃതദേഹം, ആളിൻ്റെ ബോഡി, കോർപ്പസ്, അത് കിട്ടണം. കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ മുഴുവനായിട്ട് കിട്ടത്തൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കിട്ടിയാൽ മതി. പക്ഷെ എല്ല് പോലും പൊടിഞ്ഞു പോകാൻ പറ്റുന്ന എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അത് എനിക്കറിയാം, അതിൻ്റെ പേര് ഞാൻ ഇതിൽ പറയുന്നില്ല ഏതായാലും. കാരണം ഇനി അത് പ്രോബബിളായിട്ട്, അതായത് വരുന്ന ക്രിമിനൽസിന് വേണ്ടി ഞാനത് പറഞ്ഞു കൊടുക്കാതിരിക്കുകയാണ്, ഞാൻ മനഃപൂർവ്വമായിട്ട് പറയാതിരിക്കുകയാണ്. അങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട് കേട്ടോ. അത് അവൈലബിൾ ആയിട്ടുള്ള സാധനമുണ്ട്, ആർക്കും കിട്ടാവുന്ന സാധനങ്ങൾ തന്നെ ഉണ്ട്. പൊടിഞ്ഞു പോകും, എല്ല് പോലും ദ്രവിച്ചു പോകും, പെട്ടെന്ന് ഉരുവിപ്പോവും, അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ ഇപ്പം യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ ഈ പശ ഉണ്ടാക്കുന്നത്, ഈ പശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ മൃഗങ്ങളുടെ എല്ലാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തൊരു മെറ്റീരിയൽ ഒഴിക്കുമ്പോൾ അത് നല്ല ഒന്നാം തരം പശയായിട്ട് മാറും. അത് ഇനി കൂടുതൽ പറഞ്ഞാൽ അതിനകത്ത് ആളുകൾ റിസർച്ച് ചെയ്യാൻ പോകും, ഞാൻ പറയുന്നില്ല. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കും മുമ്പ് എൻ്റെ മുമ്പിൽ ഒരു കേസിനകത്ത് ഒരു വന്നേക്കുന്ന ഒരു സംഭവത്തിൽ ഒരുത്തനൊരു 10 കിലോ പഞ്ചസാര വാങ്ങിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 4-5 ലിറ്റർ പാം ഓയിലും. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു പെണ്ണിനെ വശീകരിച്ച് സ്നേഹിച്ച് കൊണ്ടുപോയിട്ട് അതിനെ കൊലപ്പെടുത്തി അതിൻ്റെ മുകളിൽ പഞ്ചസാരയും ഇട്ട് ഈ പാം ഓയിൽ ഒഴിച്ച് കത്തിച്ചു. ഉരുവിപ്പോയി കേട്ടോ, ഒന്ന് കിട്ടി. അതൊരു നാടൻ ഇടപാടായി. എനിക്ക് ബാക്കി അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെ സംഭവിച്ചതുകൊണ്ട് അതിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പ്രതി. അതിന് ഞാൻ ജാമ്യം കൊടുക്കാതെ ഇട്ടു. പിന്നെ കേസ് എന്തായെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അത് തൃശ്ശൂർ ജില്ലയിലാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ബോഡി പാർട്സ് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ, ഇപ്പം മുടിയുണ്ടല്ലോ, അത് നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ഫോറൻസിക് എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ബയോളജിക്കൽ ഡിവിഷനിൽ
ഇരിക്കുന്ന ആളുകൾക്ക് ഫോറൻസിക് ലാബിൽ അവർ അത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണെങ്കിൽ എടുക്കാൻ പറ്റും. DNA അതിൽ നിന്ന് എടുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മുടിയുടെ മൂടുണ്ടല്ലോ, അപ്പം മുടി നമുക്ക് വെട്ടിയെടുത്താൽ DNA എളുപ്പമല്ല. ആ വെട്ടിയെടുത്ത DNA ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ മുടിയുമായിട്ട് അത് നോക്കി പരിശോധിച്ചാൽ അതിൻ്റെ ഫൈബറിൽ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും ഇത് ഒരു മുടി തന്നെ ആണോ അല്ലോ. നേരെ മറിച്ച് അത് ഈ DNA എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മുടിയുടെ ചുവടുണ്ടല്ലോ, നമ്മൾ മുടി ഒന്ന് പിഴുതെടുത്താൽ ഉറപ്പായിട്ട് DNA എടുക്കാൻ പറ്റും. പിന്നെ ബോണിൻ്റെ ഏതെങ്കിലും പാർട്സ് ഉണ്ടെങ്കിൽ DNA എടുക്കാം. DNA എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പാരിസണാണ്. അതായത് ഇപ്പോൾ ഈ മകനുണ്ട്, അത് കാരണം അത് കമ്പാരിസണിന് പറ്റും, DNA കമ്പാരിസണിന് പറ്റും, എടുക്കാം. ഇതേപോലുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ ബാക്കി മാംസമൊന്നും കിട്ടത്തില്ല, ബ്ലഡ് കിട്ടത്തില്ല. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇന്നാരുടെ ബോഡിയാണ്, അല്ലെങ്കിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒക്കത്തില്ല. ഇനി ഡെഡ് ബോഡി ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ സ്ത്രീ പിന്നെ ജീവിച്ചിരുന്നിട്ടേ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് ശേഖരിക്കേണ്ടി വരും. കാരണം ഇതിപ്പോൾ ഇവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചിലർ പറയും, ഞങ്ങൾക്ക് ഫോൺ വന്നു, അവളുണ്ട്, അവൾ മരിച്ചു പോയിട്ടൊന്നുമില്ല എന്ന്, കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറയും. ഇവർ ഒളിമറയത്തിരിക്കുകയാണ് എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും. അപ്പോൾ ഇത് പോലീസുകാർ ഇവർ കൂടെ പോയി ഒളിച്ചോടി പോയെന്ന് പറയുന്ന ഇവരുടെ ഈ സുഹൃത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അത് നല്ലൊരു സാഹചര്യമാണ്. അയാളെ കൂടെ കണ്ടിട്ടില്ല, അയാൾ ഓടിപ്പോയിട്ടു, അയാളെ വന്നിട്ടുമില്ല, അയാളെ കണ്ടിട്ടുമില്ല, അയാൾ അന്ന് മുതൽ അവിടെ ജീവിച്ചിരിപ്പുണ്ട്, കുഴപ്പമില്ല, അതൊരു എവിഡൻസ് ആണ്, ഒരു സർക്കംസ്റ്റാൻസ് ആണ്. അയാളോടെ പോയിട്ടില്ല, ഭർത്താവിനോടൊപ്പം പോയി, ഒരു കാറിനകത്തായി അവർ പോയത് കാണാനില്ല. ഇപ്പോൾ വേറെ ആയുധം ഉപയോഗിച്ചു, ആയുധം കണ്ടെടുക്കണമെന്ന് പറഞ്ഞു. ആയുധം എന്നൊക്കെ പറയുന്നത് ഇവർ അഥവാ ചുരിദാറായിടുന്നെങ്കിൽ അതിൻ്റെ ഒരു ഷോളുണ്ടല്ലോ, അത് മാത്രം മതി ആയുധം. കാറിനകത്തിരുന്ന് അതങ്ങ് കഴുത്ത് മുറിക്കുക, കാര്യം തീർന്നു, ഒന്നുമില്ല. പിന്നെ അതിന് വേറെ ആയുധങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് അത്ര വലിയ ഒരു ആയുധം ഒന്നും വേണമെന്നില്ല. ഈ കാറ് ഇത് ഏത് കാറാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ആ കാർ എവിടെ നിന്ന് എടുത്തെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ഇതൊക്കെ വേണം. അത് യഥാർത്ഥത്തിൽ ഈ പ്രതി ഇവിടെ അവൈലബിൾ ആവണം, എന്നാലേ പറ്റൂ. അവരെ നിരന്തരമായി അവരെ മാറ്റിയിരുത്തിയും കൂട്ടായിട്ടിരുത്തിയും ക്വസ്റ്റ്യൻ ചെയ്ത് മാത്രമേ ഇത് തെളിവ് ശേഖരിക്കാൻ പറ്റുള്ളൂ. ഏതായാലും പോലീസ് ഒരുപാട് ദൂരം മുന്നോട്ട് അതിൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് ഇതുവരെ ഒരു ഉറപ്പ് വന്നിട്ടില്ല. ഇനി ഈ കക്കൂസിനകത്താണോ അതല്ലാതെ വേറെ എവിടെങ്കിലും ആണോ എന്നുള്ളതിനെ കുറിച്ചും അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ പ്രതികളെയെല്ലാം ശരിയായ രീതിയിൽ ചോദ്യം ചെയ്താലേ ഇത് മനസ്സിലാവുള്ളൂ. പോലീസിന് ഒരുപാട് കടമ്പകൾ കടക്കാനുള്ള ഒരു കേസാണിത്. ഒരുപാട് കടമ്പകളുണ്ട് ഇതിനകത്ത്, അത് കടക്കാനുണ്ട്, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ കേരള പോലീസ് ഇതെല്ലാം തരണം ചെയ്തിട്ടുണ്ട്, ഈ കടമ്പകൾ പല കേസുകളിലും. ഇപ്പോൾ ഒരു സയനൈഡ് ൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം ഒരുപാടെണ്ണത്തി എവിഡൻസ് അവർ കളക്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കേസുകൾ ഇതുപോലെ കേരള പോലീസ് തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ ഉള്ള അത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് ഈ കേസ്. പോലീസിന് അത് തെളിയിക്കാൻ കഴിയട്ടെ. പോലീസിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ, കേരള പോലീസിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാറായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നന്നായിട്ട് നടക്കട്ടെ.